ഗൈസ് ഇപ്പോൾ അവൻ്റെ കംപ്ലീറ്റ് വർക്ക്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ വണ്ടീൻ്റെ കംപ്ലീറ്റ് ലുക്ക്. വണ്ടിക്ക് നമ്മൾ കൊടുത്തിട്ടുള്ളത് പോർഷ്യ ഗ്രീൻ ആണ്. അതുപോലെ ഈ ഒരു കളറിന് മാച്ച് ആയിട്ട് നമ്മൾ സാധാരണ ബ്ലാക്ക് അലോയ്സ് അല്ല കൊടുത്തിട്ടുള്ളത്. ഇതിന് മാച്ച് ആയിട്ടുള്ള ഒരു ബ്രോൺസ് കളർ അലോയ്സ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ബ്രോൺസ് കളറിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഒണിക്സിന്റെ 17 ഇഞ്ച് അലോയും യോക്കോമിന്റെ ടയറും നമ്മൾ ആഡ് ചെയ്തു. ബ്രോൺസ് അലോയിൽ മാത്രമല്ല നമ്മൾ വണ്ടിന്റെ ലോഗോയിലും റാലി കിറ്റിന്റെ സിമ്പിളും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫ്രണ്ടിൽ താഴെ നമ്മൾ ഒരു ഡാർക്ക് ഗ്ലോസിയിൽ ഒരു ഫ്രണ്ട് ലിപ്പ് ആഡ് ചെയ്തു. അത് മാത്രമല്ല ബാറ്റ്മാൻ ടൈപ്പ് മിറർ ക്യാപ്പും ന്യൂ ബർഗറിംഗിന്റെ ലേബിൾ നമ്മൾ ഫ്രണ്ടിൽ ആഡ് ചെയ്തു. ബാക്ക് സൈഡിലേക്ക് വരുന്നെങ്കിൽ ബ്രോൺസ് കളറിലെ ലോഗോവും TDI ബാഡ്ജിങ്ങും മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. ബ്രേക്ക് ലൈറ്റ് ഓൾറെഡി സ്മോക്ക് ചെയ്ത പോലെ വരുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ BMC എയർ ഫിൽറ്ററും വെനം പെർഫോമൻസ് സ്റ്റേജ് 1 +2 നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ വണ്ടിന്റെ ഇന്റീരിയറും കാര്യങ്ങൾ നോക്കുന്നതെങ്കിൽ ഡോർ പാഡ്സിന് നമ്മൾ വണ്ടിക്ക് മാച്ച് ആയിട്ടുള്ള ഒരു ഗ്രീൻ നമ്മൾ കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഒരു മാറ്റ് കളർ ഗ്രീൻ നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതുപോലെ വണ്ടിയുടെ ഡോർ പാഡിൽ മാത്രമല്ല ഉൾഭാഗത്ത് ഇന്റീരിയറിലും ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ അത് യൂസ് ചെയ്തിട്ടുള്ളത്. വണ്ടിയുടെ സീറ്റ് നമ്മൾ കസ്റ്റം ചെയ്തതാണ്. സീറ്റിൽ നമ്മൾ ആ സെയിം ഡോർ പാഡിൽ വരുന്ന കളേഴ്സ് തന്നെ യൂസ് ചെയ്തിട്ടുള്ളത്. ബാക്ക് സീറ്റ് നിങ്ങൾക്ക് കണ്ടറിയാം, ആ സെയിം കളേഴ്സ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ വണ്ടിന്റെ കംപ്ലീറ്റ് വർക്ക്സ് നമ്മൾ ചെയ്തിട്ടുള്ളത് കണ്ണൂരിലെ അഡ്ലർ എക്സ്പെർട്ട്. ഈ വണ്ടിന്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും.